ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരണം. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം അതുപോലെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെയിറ്റ് ചെയ്യുന്നത് ഒരു സർപ്രൈസ് ആണ്. ഒരു ഫ്രീ പാക്കേജ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഫൗണ്ടേഷൻ ഇടുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്സുകളൊക്കെ അല്ലെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജീസ് അക്കാഡമി. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി നോട്ടിഫിക്കേഷൻ ഏകദേശം വരാറായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് 2026 ഡിസംബറിൽ എക്സ്പയർ ആവും. അപ്പോൾ നോർമലി ഒരു PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് 6 months മുന്നേ എക്സ്പയർ ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 months മുന്നേ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യണം. അതിനും 6 months മുന്നേ ആയിട്ട് എക്സാം നോട്ടിഫിക്കേഷൻ വരണം. സോ അത് വെച്ചിട്ട് ഏകദേശം ഈ ഒരു ഡിസംബർ ജനുവരിയോട് കൂടി നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ പോലെ നമ്മുടെ എജൂസ് അക്കാഡമി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫ്രീ വെബിനാർ ഈ നവംബർ മന്തിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ടീച്ചിങ് പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഇതുപോലെ ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ ഒരു പോസ്റ്റ് ആണ്. സോ എന്തുകൊണ്ടും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോസ്റ്റ് ആണ്. ഉയർന്ന ഒരു സാലറി പാക്കേജും കൂടിയുള്ള ഒരു പോസ്റ്റ് ആണ്. സോ ഈ വരുന്ന നവംബർ 17th ആണ് നമ്മുടെ എജൂസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ സൗജന്യ വെബിനാർ. സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി ഫീൽഡിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ള എംഫാം ആണ്. അതുപോലെ ഫാംഡിക്കാർക്കും ചിലപ്പോൾ ഈ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ലാസ്റ്റ് എക്സാം വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനോട് കൂടി ചിലപ്പോൾ ഫാമിലി കാൻഡിഡേറ്റ്സിനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഉറപ്പില്ല, നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്കൊരു എക്സാക്ട് കൺഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് 24 to 41 ആണ് വരിക. OBCക്കും SC/STക്കാർക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 years, അതുപോലെ 5 year റിലാക്സേഷൻ വരുന്നുണ്ട്. OBCക്കാർക്കാണെങ്കിൽ 3 year, അതുപോലെ നമ്മുടെ SC/STക്കാർക്കാണെങ്കിൽ 5 year ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്തത്, ഈ ഒരു എക്സാമിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു എക്സാം പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ മിക്കവാറും എല്ലാ ആൾക്കാർക്കും, അതായത് നമ്മുടെ എംഫാം കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും അവരുടെയൊക്കെ മൈൻഡിൽ അറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ് അല്ലെ, പഠിച്ചാൽ കിട്ടുമോ. സോ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന വെബിനാറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്നാണ് ഈ APP എക്സാം, എന്നത്തേക്ക് എക്സാം ഉണ്ടാവും, അതുപോലെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, എക്സാം എന്നാണ് വരിക, അതുപോലെ ആ ഒരു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും, അതുപോലെ എത്ര വേക്കൻസീസ് ഉണ്ട്, എങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻസ് വെച്ചിട്ടാണോ, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട് ഉണ്ട്. സോ എന്നായിരിക്കും എക്സാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഉള്ള ഒരു എക്സാം ആണല്ലോ, അതായത് നമ്മുടെ കോർ സബ്ജക്ട്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്സുകളൊക്കെ അല്ലെ. അപ്പൊ ആ ഒരു സിലബസ് അനുസരിച്ചിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ ഓർത്തിരിക്കാം, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നോ അതുപോലെ തന്നെ പിന്നൊരു ദിവസം നമ്മളത് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് വരണം അല്ലെ, നമ്മൾ ഓർത്തിരിക്കണം. സോ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാം സ്ട്രാറ്റജീസ്, എങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിലൂടെ എങ്ങനെ പഠിക്കാം, സ്വന്തമായിട്ട് എങ്ങനെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം, വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് ഏതേത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് എപ്പോൾ പഠിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ നോർമലി നമ്മളൊരു PSC എക്സാമിന് പഠിക്കുന്ന പോലെ കുറച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രം പോരാ, നല്ലൊരു നമ്മുടെ സൈഡിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു മൈൻഡും അതുപോലെ നമ്മുടെ ബോഡിയും എല്ലാം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ടൈമും അല്ലെ. അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ കൊടുത്തിട്ട് വേണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. സോ അത്രത്തോളം കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഒരു അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാം, അതായത് നമുക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും പഠിക്കുന്ന ഒരു കാലിബർ വേറെ ആയിരിക്കും അല്ലെ. ഇപ്പൊ ചിലർക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ
കുറച്ച് സ്ലോ ആയിട്ട് പഠിച്ച് കിട്ടുന്ന ആൾക്കാരായിരിക്കും, ചിലർ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളവരുണ്ടാവും. സോ ഓരോരുത്തർക്കും പഠിക്കണ ആ ഒരു മെത്തേഡ്സും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഒരു കാലിബർ ഡിഫറെന്റ് ആണ്. സോ അതനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയൂലേ ഹാർഡ് വർക്കിനേക്കാളും കുറച്ചും കൂടി ലൈക്ക് ഔട്ട് വേ ചെയ്ത് നിൽക്കുന്ന സ്മാർട്ട് വർക്ക് ആണെന്ന്. സോ ഒരു സ്മാർട്ട് ആയിട്ട് എക്സാമിന് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് കുറച്ച് ടിപ്സും അതുപോലെ ചില ട്രിക്സും ഉറപ്പായിട്ടും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രാറ്റജി, എക്സാം സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്റ്റേ മോട്ടിവേറ്റഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ഒരു പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആരും വന്ന് മോട്ടിവേറ്റ് ചെയ്തില്ല, നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് തന്നെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേ മോട്ടിവേറ്റഡ്. ആ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോരുത്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മാറിപ്പോരുത്. സോ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് പ്രിപ്പറേഷന്. കൂടെ തന്നെ ലൈക്ക് ഒരു കോയിന്റെ ഹെഡും ടെയിലും പോലെയാണ് നമ്മൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ് ഇസ് മെമ്മറി ബൂസ്റ്റ് ടെക്നിക്സ്. ഇപ്പോൾ കുറേ ടെക്നിക്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ കുറച്ച് നേരം പഠിച്ച് കുറച്ച് നേരം ബ്രേക്ക് എടുത്ത്, സോ അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. മെമ്മറി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. സോ വളരെ കൃത്യമായിട്ടൊരു എക്സാമിന് നമ്മൾ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഘടകങ്ങളാണ്. സോ ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ആ ഒരു വെബിനാറിൽ പറയുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെബിനാർ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് ഒരു സർപ്രൈസ് ആണ്, ഒരു ഫ്രീ പാക്കേജ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. സോ മറക്കാതെ ഈ ഒരു ചാൻസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. സോ ഡേറ്റ് ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ നോട്ട് ചെയ്തിട്ടോണം. നമ്മുടെ ഈ വരുന്ന നവംബർ 17-നാണ്. സോ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ മറക്കണ്ട, നമ്മുടെ വെബിനാർ വരുന്നത് ഈ വരുന്ന നവംബർ 17-ആണ്. സോ മറക്കാതെ ഈ ഒരു ചാൻസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നല്ല കൃത്യമായി ഈ ഒരു ഡേറ്റ് ഓർത്തിരുന്ന് അന്ന് വെബിനാർ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സർപ്രൈസ് നിങ്ങൾ ലൈക്ക് ഗ്രാബ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.